മാധ്യമങ്ങൾ എപ്പോഴും വിജയിയുടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച, അത് ലോക ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. പരാജിതൻ്റെ കൂടെ അല്ലെങ്കിൽ പരാജിതനിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ എടുത്ത് കാട്ടാൻ എത്രത്തോളം മാധ്യമങ്ങൾ തയ്യാറാവും? ഇതൊരു വലിയ ചോദ്യമാണ്, നൈതികമായ ചോദ്യമാണ്. പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു ദശകമായി എടുത്ത ചില നിലപാടുകളും വിസിബിലിറ്റിയും അവരുടെ ചില നീക്കങ്ങൾ, കാരണം അവർ കൊടുക്കുന്ന എക്സ്പോഷർ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇന്ത്യയുടെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എല്ലാം ദേശീയ തലത്തിൽ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതിൽ എന്തെങ്കിലും അവസരവാദപരമായ കാര്യങ്ങളുണ്ടോ എന്ന ഒരു അന്വേഷണവും, എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, അതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും അതിൽ നിന്നൊരു മാറ്റം ഇപ്പോൾ സാധ്യം ഉണ്ടോ എന്ന ഒരു നോക്കിക്കാണലുമാണ് ഈ വീഡിയോ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ ടെലിവിഷൻ്റെ, ഇന്ത്യൻ പ്രിന്റ് മീഡിയയുടെ, ഇന്ത്യൻ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റർ ബോയ് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും ജനകീയമായ, ഏറ്റവും ആകർഷകമായ, ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന, ഏറ്റവും വിസിബിലിറ്റിയുള്ള മുഖമായി അവതരിപ്പിക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. 2014 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി BJP, ഭാരതീയ ജനതാ പാർട്ടി, അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് മുതൽ മോദി കേന്ദ്രീകൃതമായിരുന്നു ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളുടെയും, ഒരുപക്ഷെ BJPയെ വിമർശിക്കുന്ന മാധ്യമങ്ങളുടെ പോലും സ്പേസിൽ കൂടുതൽ സമയം അപഹരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, ഒക്യുപ്പൈ ചെയ്തിരുന്നത് ശ്രീ നരേന്ദ്രമോദിയും BJPയുടെ നേതൃത്വവുമാണ്. അവിടെ കോൺഗ്രസ് നേതൃത്വം, ഇന്ത്യ മുന്നണി നേതൃത്വം, അന്ന് ഇന്ത്യ മുന്നണിയില്ല, അന്ന് UPA ആണ്, ചിതറി നിൽക്കുന്ന പ്രാദേശിക കക്ഷികളും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അടങ്ങുന്ന ഒരു സംവിധാനം, അതിന് കിട്ടുന്ന കവറേജ് തുലോം പരിമിതമായിരുന്നു. ഇപ്പം മനഃപൂർവ്വം ഒഴിവാക്കപ്പെട്ടതാണ് എന്നല്ല, അത്രയ്ക്കുള്ളൊരു വലിപ്പമേ ഉള്ളൂ. UPA സംവിധാനത്തിന് അത്രയ്ക്കുള്ള വലിപ്പമേ ഉള്ളൂ. 10 വർഷം തുടർച്ചയായി മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നൊരു കാലഘട്ടം ഓർക്കണം. അതിനുശേഷം പെട്ടെന്ന് ഏതാണ്ട് ശൂന്യതയിലായി പോവുകയാണ് അതായത് ഇന്ത്യ മുന്നണിയുടെ മുൻരൂപമായ UPA സംവിധാനം. എന്നാൽ നരേന്ദ്രമോദി, ഈ മോദി കേന്ദ്രീകൃതമായ ഒരു മാധ്യമ സംസ്കാരം തന്നെ ഉണ്ടായി. ഇത് തീർത്തും ഒരു 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 റാഷ് സ്റ്റേറ്റ്മെൻ്റായി കരുതേണ്ടതില്ല. ഈ ഗോദി മീഡിയ എന്ന് പലപ്പോഴും ആക്ഷേപപൂർവ്വം അല്ലെങ്കിൽ സർക്കാസ്റ്റിക്കായി പറയുന്ന ഒരു സംവിധാനത്തിന് കുറച്ചൊക്കെ അസ്തിത്വമുണ്ട്. കാരണം മോദിയെ പ്രകീർത്തിക്കുന്ന, മോദി സ്തുതികൾ, അല്ലെങ്കിൽ മോദി എവിടെയെല്ലാം പ്രഭാഷണം നടത്തുന്നു, എവിടെയെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു, ഏതെല്ലാം ഉദ്ഘാടന മഹാമഹങ്ങൾ നടത്തുന്നു, അതിനെല്ലാം വലിയ പ്രാധാന്യം നൽകണം. ആവശ്യത്തിലും അധികം പ്രാധാന്യം മറ്റ് വാർത്തകളെ തമസ്കരിച്ചുകൊണ്ട് തന്നെ, ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന പടുകൂറ്റൻ റാലികളെ ഉൾപ്പെടെ തമസ്കരിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണ യോഗങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾക്ക് വളരെ വലിയ തലക്കെട്ട്. അതേസമയം ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത ഒരവസ്ഥ. കഴിഞ്ഞ 10 വർഷം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. അതിനുള്ള അംഗബലം പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. 2019 കേവലം 52 അംഗങ്ങൾ മാത്രം, 2014 44 അംഗങ്ങൾ മാത്രം. അതുപോരാ, 545 അംഗം ലോക്സഭയിൽ ഒരു 10%, 54-55 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കൂ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രതിപക്ഷത്തിന് ഒരു നേതാവുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി ഔപചാരികമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു സ്വഭാവം പെട്ടെന്ന് മാറില്ല, കാരണം ഭരണം തുടരുകയാണ്, വിത്ത് റെഡ്യൂസ്ഡ് മെജോറിറ്റി ഭരണം തുടരുകയാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കണ്ട ഒരു ചിത്രം, അതൊരു പക്ഷേ ഞാൻ കണ്ട ചിത്രത്തിൻ്റെ എൻ്റെ ഒരു വിശകലനത്തിൻ്റെ ഒരു അപര്യാപ്തതയാണോ അതോ നിങ്ങൾ കാണുന്നതും അതേ ചിത്രം തന്നെയാണോ എന്നെനിക്കറിയില്ല. വളരെ വലിയ വ്യത്യാസമാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ മീഡിയയുടെ പോസ്റ്റർ ബോയായി മാറിയിരിക്കുന്നു. അപ്പം രാഹുൽ ഗാന്ധിയുടെ വിസിബിലിറ്റി
10 മടങ്ങ് കൂടുകയാണ്. മുൻപും രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. എത്ര കാലം? 5 പ്രാവശ്യം രാഹുൽ ഗാന്ധി MP ആയി. പക്ഷെ 5ാം പ്രാവശ്യം MP ആയി പ്രതിപക്ഷ നേതാവായി വന്ന രാഹുൽ ഗാന്ധിയുടെ വിസിബിലിറ്റി മാധ്യമങ്ങളിൽ 10 മടങ്ങ് ഉയർന്നു എന്ന എൻ്റെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ യോജിക്കുന്നവരുണ്ടാവാം. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആദ്യം നടത്തിയ പ്രസംഗമാണ്. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതിന് ശേഷം പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പരമശിവന്റെ ചിത്രം ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ചുകൊണ്ട്, ദൈവസങ്കല്പങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് നാടകീയമായി നടത്തിയ ഗംഭീരമായ പ്രഭാഷണം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മുൻകാലങ്ങളിൽ ഒരു പ്രതിപക്ഷ നേതാവിനും ലഭിച്ചിട്ടില്ലാത്ത അത്രയും മീഡിയ സ്പേസ് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. അതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ ദിവസം ബജറ്റ് സമ്മേളന ചർച്ചയിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പ്രഭാഷണം. അദ്ദേഹം നടത്തി വളരെ ഒരു സരസവും ഗംഭീരമാണ്, സരസമാണ്, ആക്ഷേപ സാഹിത്യമുണ്ട്, ഒരുപക്ഷെ ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. ഒരുപക്ഷെ സഭയിൽ ഇല്ലാത്ത ആളുകളെക്കുറിച്ച്, അദാനി, അംബാനി എന്നിവരെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ ഒരുപക്ഷെ അതിര് വിടുന്നോ എന്ന ഒരു കൺസേൺ അത് സ്പീക്കർ ഓം ബിർള ദുർബലമായ വാക്കുകളിൽ അദ്ദേഹം വളരെ ശൗര്യത്തോടു കൂടിയാണ് മുൻപൊക്കെ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ വളരെ ദുർബലമായി കാണപ്പെടുന്ന സ്പീക്കർ ഓം ബിർള ചെറിയ ശാസനകൾ കൊടുക്കുന്നുണ്ട്, തിരുത്തലുകൾ പറയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാധ്യമങ്ങൾ, പത്രങ്ങളിൽ, പിറ്റേ ദിവസത്തെ പത്രങ്ങൾ, ടെലിവിഷൻ കൊടുത്ത ആ ഒരു പ്രാധാന്യം, ഈ പ്രാധാന്യത്തെ തുച്ഛീകരിച്ച് കാണാനാവില്ല. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്? പ്രധാനം, ഒരു രാജ്യത്തിൻ്റെ മൂഡ് മാറുന്നുണ്ടോ? സാധാരണ മൂഡ് മാറുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞ് ഒരു 3 വർഷം 4 വർഷം ആദ്യ ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കഴിയുമ്പോഴാണ് ഭരണവിരുദ്ധ വികാരവും മൂഡ് ചേഞ്ചും ഒക്കെ വരുന്നത്. പക്ഷേ മൂഡ് ചേഞ്ച് ഉടനെ തന്നെ സംഭവിക്കുകയാണ്. കാരണം മോദി പ്രധാനമന്ത്രിയായി 3ാം ഊഴം വന്നു. പക്ഷെ ആദ്യ 2 ഊഴത്തെ ആവേശം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കാണാനില്ല. കാരണം മാധ്യമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ അവസരവാദപരമായ നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അവർക്കറിയാം നാളുകളുടെ തമ്പുരാനായിരിക്കാം ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടയാൾ. മറ്റേത് സ്പെൻഡ് ഫോഴ്സാണ്. നരേന്ദ്രമോദി ഒരു സ്പെൻഡ് ഫോഴ്സാണ്. ഒരു പക്ഷേ 3 ടേം പ്രധാനമന്ത്രിയായി അദ്ദേഹം കാലാവധി പൂർത്തിയാക്കും. 4ാമതൊരു ടേം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അങ്ങനെയെങ്കിൽ now all eyes are upon the man in waiting. വെസ്റ്റ്മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ മാൻ ഇൻ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഓപ്പോസിഷന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ്, ഷാഡോ ക്യാബിനറ്റിന്റെ, അതായത് നിഴൽ മന്ത്രിസഭയുടെ തലവനാണ്. അതായത് പ്രധാനമന്ത്രി താഴെ വീണ് കഴിഞ്ഞാൽ പിന്നീട് രാജ്യം ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവിനെയാണ് അടുത്ത പ്രധാനമന്ത്രിയായി രാജ്യം കാണുന്നത്. ഇന്ത്യ ഒരു സങ്കീർണമായ അവസ്ഥാവിശേഷമാണ്. കാരണം ഇന്ത്യ മുന്നണി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയെ അംഗീകരിക്കുമോ, അത് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമോ, ഇതൊന്നും മുൻകൂട്ടി പറയാവുന്നൊരു നിലയിലല്ല. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായ മുഖം, ഏറ്റവും വിസിബിളായ മുഖം രാഹുൽ ഗാന്ധിയുടേതാണ്. അത് കോൺഗ്രസിന്റെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ 4 ഫ്ലക്സ് ബോർഡ് വെക്കുന്നത് കൊണ്ടോ ബാനർ കെട്ടുന്നത് കൊണ്ടോ അല്ല, മറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ ചുവടുമാറ്റത്തിലൂടെ രാഹുൽ ഗാന്ധിയെ ഏറെ പരിഹസിച്ചിരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾക്ക് വേണ്ട വിഡ്ത്തും സ്പേസും കൊടുക്കുന്നുണ്ട് എന്നത് നിസ്തർക്കമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഗൗരവമായി എടുത്തിരിക്കുന്നു. ഇന്ത്യ മുന്നണിയെ ഗൗരവമായി എടുത്തിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും തമസ്കരിക്കപ്പെടുകയായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ അത് മാറി ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സ്പേസ് കിട്ടിയിരിക്കുന്നു മാധ്യമങ്ങളിൽ. അത് മാത്രമല്ല, ഈ മുൻപ് വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ മുന്നണി നിലം തൊടില്ല. അങ്ങനെ തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയ ഒരു ചിത്രം. ആ ചിത്രം ഏറെ പേര് വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് 234 സീറ്റ് ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചപ്പോൾ പലരുടെയും പുരികങ്ങൾ ചൊടിഞ്ഞു, നെറ്റി ചൊളിഞ്ഞു. ഇതിനുള്ള പ്രധാന കാരണം, ആരാണ് മാധ്യമങ്ങൾ വായിക്കുന്നത്, മാധ്യമങ്ങളെ വാച്ച് ചെയ്യുന്നത്? അത് മധ്യവർഗമാണ്. പൈസ കൊടുത്ത് പത്രം വാങ്ങുകയും വായിക്കുകയും പണം കൊടുത്ത് TV ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ടെലിവിഷൻ ഓൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്
മധ്യവർഗങ്ങളാണ്. അടിസ്ഥാന വർഗം ഒരുപക്ഷെ ടെലിവിഷൻ കാണുമായിരിക്കാം, പക്ഷെ അവർ വാർത്തകൾ എത്രത്തോളം ഫോളോ ചെയ്യും എന്നത് ഒരു ചിന്തനീയമായ കാര്യമാണ്. എല്ലാവരും വല്ല ചിലർ ഫോളോ ചെയ്യുന്നു, നല്ലപോലെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് യോഗേന്ദ്ര യാദവ് പറഞ്ഞത്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, മാധ്യമങ്ങൾ നൽകുന്ന ചിത്രം ശരിയാകണമെന്നില്ല. ഗ്രാമാന്തരങ്ങളിൽ ഇന്ത്യയിൽ ആകമാനം സഞ്ചരിച്ച് അടിസ്ഥാന വിഭാഗങ്ങളുമായി, പ്രത്യേകിച്ച് മാധ്യമങ്ങളുമായി, പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളുമായി നേരിട്ടധികം ബന്ധപ്പെടാത്ത ആളുകളുമായ സംവാദത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നാണ്. മഹാരാഷ്ട്രയിലെ ഉത്തർപ്രദേശിലെയും കാര്യം യോഗേന്ദ്രനാഥ് എന്ന പോൾസ്റ്റർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതേസമയം ശാസ്ത്രീയമായി കാണുന്ന ആളുകൾ പലരും, ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ എത്തുന്ന ആളുകൾ, അത് സാമ്പിൾ സൈസ് അനുസരിച്ച് സാമ്പിളുകൾ എടുത്തുകൊണ്ട് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും നടത്തിയ പല പ്രവചനങ്ങളും, പലതെന്നല്ല, ഏത് പ്രവചനമാണ് ശരിയായത്? ഏതാണ്ട് എല്ലാ പ്രവചനങ്ങളും അമ്പേ പാളിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. അതിൻ്റെ കാരണം ഇതാണ്, മധ്യവർഗം, മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്ന മധ്യവർഗം മാധ്യമങ്ങൾ നൽകിയ ഒരു ചിത്രം വിശ്വസിച്ചു. പക്ഷെ അവരും പൂർണ്ണമായി BJPക്ക് വോട്ട് ചെയ്തു എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ വളരെ വലിയൊരു പ്രേരക ശക്തിയാണ്. പക്ഷേ ഇപ്പോഴും അടിസ്ഥാന വിഷയങ്ങളിൽ അടിസ്ഥാന വർഗം മാധ്യമങ്ങളിലേക്ക് അധികം ശ്രദ്ധ ചെലുത്തുന്നില്ല. അവിടെ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും വലിയ സാധ്യത കാണുന്നു. ഈ സാധ്യത മാധ്യമങ്ങൾ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് നാളുകളിലെ റൈസിംഗ് സ്റ്റോക്ക് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയുമാണ് എന്ന എങ്ങനെയോ ഒരു ധാരണ മാധ്യമങ്ങളെ ചുവട് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ്, കാരണം മാധ്യമങ്ങൾ അവസരവാദപരമാണ് അവരുടെ നിലപാടെങ്കിൽ പോലും അവരെ കറൻറ്റ് മാറുന്നതനുസരിച്ച്, ടൈഡ് മാറുന്നതനുസരിച്ച്, കാറ്റ് മാറുന്നതനുസരിച്ച് അവർ നിലപാടുകൾ മാറ്റുന്ന ഒരു അന്തരീക്ഷം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ പ്രചരണം ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിയുടെ എത്രയെല്ലാം ബലഹീനതയുണ്ടെങ്കിലും മാധ്യമങ്ങൾ പൂർണ്ണമായി എതിരാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കുറച്ചുകൂടി സന്തുലിതമായ ലെവൽ പ്ലേയിങ് ഫീൽഡ് സംജാതമാകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കും എന്നത് നിസ്തർക്കമാണ്.